നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചരിത്രവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്നു ചില ബന്ധങ്ങൾ. 2017 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ചത്. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ. നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കാൻ തെരഞ്ഞെടുത്ത സമയം ഏറെ പ്രത്യേകതയുള്ളത്. അമേരിക്ക ഇറാനു നേർക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമണം തുടങ്ങാം എന്ന സാധ്യത നിലനിൽക്കെ ഇസ്രായേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നു. US ആക്രമണം ഭയന്ന് ഇറാനിൽ നിന്ന് മടങ്ങാൻ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ. ബന്ധങ്ങളുടെ വലിയ ഇഴയെടുപ്പം സൃഷ്ടിച്ച് ഒരു പതിറ്റാണ്ടാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ഇന്ത്യ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നു, ഒപ്പം ഇസ്രായേൽ ഇന്ത്യയെയും. 2 ദിവസ സന്ദർശനമാണ് ഇസ്രായേലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. പ്രതിരോധം, സുരക്ഷ, തൊഴിൽ, വാണിജ്യം, AI സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തും. പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരണത്തിനുള്ള തീരുമാനമുണ്ടാകും. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഫെബ്രുവരി 15 ജെറുസലേമിൽ നടന്ന പ്രധാന അമേരിക്കൻ ജൂത സംഘടനകളുടെ പ്രസിഡന്റുമാരുടെ ഒരു യോഗം. ആ യോഗത്തിലേക്ക് കടന്നു ചെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, അടുത്തയാഴ്ച ആരാണ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതെന്ന് അറിയാമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഇസ്രായേലിലേക്ക് വരുന്നു എന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ നീണ്ട കരഘോഷമുയർന്നു. ഫെബ്രുവരി 25 മുതൽ 26 വരെ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിൽ ഒരുപിടി പ്രോഗ്രാമുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. 2017 ജൂലൈയിൽ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു വിമാനത്താവളത്തിലെത്തി. പിന്നീട് ഇരു നേതാക്കളും ഒരുമിച്ച് ജെറുസലേമിലേക്കുള്ള യാത്ര. ഇക്കുറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെസെറ്റ് പ്രസംഗം തന്നെയാണ് ഏറെ പ്രത്യേകതയുള്ളത്. നെതന്യാഹു ഒരുക്കുന്ന സ്വകാര്യ അത്താഴം, നവീകരണ പരിപാടികൾ, പിന്നെ ധാരണാപത്രം ഒപ്പുവയ്ക്കൽ. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ടായിരുന്നു. ജൂതരാഷ്ട്രത്തിലേക്കുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം. ലോകം മുഴുവൻ വിമർശനങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് നെതന്യാഹു. എന്നാൽ മോദി എപ്പോഴും തന്റെ പ്രിയപ്പെട്ട സുഹൃത്തെന്ന് വിശേഷിപ്പിക്കുന്നയാൾ. ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഇത് വളരുന്ന തന്ത്രപരമായ വിശ്വാസം, ആഴത്തിലുള്ള സാമ്പത്തിക സഹകരണം എന്നിവ ഉറപ്പുവരുത്തുന്നു. മോദിയും നെതന്യാഹുവും തമ്മിലുള്ള ശക്തമായ വ്യക്തിബന്ധം ഒരിക്കൽ കൂടി അടിവരയിടുന്നു. മേഖലയിലേക്ക് ഒരു നിർണായക സമയത്താണ് മോദിയുടെ കടന്നുവരവ് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന ചലനാത്മകമായ ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ വന്നിറങ്ങുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ കാതോർക്കും. ലോകത്ത് നമ്മൾ കാണുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങളും ഉയർന്നുവരുന്ന സാമ്പത്തിക ഇടനാഴികളുമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട വർഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യ ഇസ്രായേലിനൊരു പ്രധാന വ്യാപാര പങ്കാളി മാത്രമല്ല, അനേക മൂല്യങ്ങളുടെ നവീകരണം മുതൽ സാംസ്കാരിക പൈതൃകം പേറുന്ന 2 രാജ്യങ്ങൾ. ഇന്ത്യയുമായി ഇസ്രായേൽ ഇപ്പോഴും തുടരുന്ന പ്രതിരോധ കരാറുകൾ തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ വേറിട്ട് നിൽക്കുന്ന കാഴ്ച. നിർദ്ദിഷ്ട ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഉൾപ്പെടുന്ന ത്രികക്ഷി ബഹുകക്ഷി സഹകരണം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിലെ മറ്റൊരേടാണ്. മധ്യപൂർവ്വദേശത്തിലൂടെയും ഇസ്രായേലിലൂടെയും ഇന്ത്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുക എന്ന വലിയ സ്വപ്നം നമ്മുടെ ജനങ്ങളുടെ മാത്രമല്ല, മേഖലയുടെ സംയുക്ത അഭിവൃദ്ധിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ഇസ്രായേൽ പറയുന്നു. 2017 ചരിത്രപരമായ ഇസ്രായേലിലേക്കുള്ള മോദിയുടെ സന്ദർശനം അന്ന് അടിവരയിട്ട് പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അന്ന് മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള മോദിയുടെ നഗ്നപാത നടത്തം. ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും നേതാക്കൾ സമാനമായ പല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്നു. അവർ സമാനമായ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു ആത്മാർത്ഥ ബന്ധം. ഭീകരതയെ ചെറുക്കൽ തന്നെയാണ് ഉഭയകക്ഷി ചർച്ചകൾക്കിടയിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിഷയം. സാമ്പത്തിക രംഗത്ത് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യത ഇരു രാജ്യങ്ങളും ആരായുന്നു. ഇന്ത്യയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ കഴിഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്ന് ഇസ്രായേൽ കരുതുന്നു. സാമ്പത്തിക വ്യവസ്ഥകൾക്കിടയിലുള്ള സ്വാഭാവിക സിനർജി കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു കരാർ അർത്ഥവത്താകുമെന്ന് ഇന്ത്യയും. ഇസ്രായേൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു വിപണി മാത്രമല്ല, വിശ്വസ്ത പങ്കാളിയും സുഹൃത്തുമാണ്.
ഇന്ത്യയുടെ ആപത്ഘട്ടങ്ങളിൽ എപ്പോഴും നമ്മെ സഹായിക്കുന്ന ഉറ്റ സുഹൃത്ത്. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. പ്രധാനമന്ത്രി മോദിയെ ഇസ്രയേൽ ഒരു കരിസ്മാറ്റിക് ആഗോള നേതാവായി കാണുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് ഇസ്രയേൽ കരുതുന്നു. ലോകരാജ്യങ്ങളിലെ നേതാക്കൾ ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന മറ്റൊരു ആഗോള നേതാവ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ന്യൂഡൽഹിയിൽ വെച്ച് ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. 2025 ഏപ്രിലിൽ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ഒരു കാർഷിക സഹകരണ കരാറിലും ഒപ്പുവെച്ചു. ഇന്ത്യ, US, പ്രധാന യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് പങ്കാളികൾ എന്നിവർ ചേർന്ന് 2023 G20 ആദ്യമായി പ്രഖ്യാപിച്ച വിശാല ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിന് വിശ്വാസവും ചരിത്രവും രാഷ്ട്രീയ രസതന്ത്രവുമുണ്ട്. അതുതന്നെയാണ് രണ്ട് രാജ്യങ്ങളുടെയും പ്രത്യേകത. രാഷ്ട്രീയം പലപ്പോഴും ബഹളമയമാണ്. എന്നാൽ ഇന്ത്യക്കും ഇസ്രയേലിനുമിടയിൽ ശാന്തമായ ഒരു ആത്മാർത്ഥതയുടെ രസതന്ത്രക്കൂട്ടുണ്ട്. ശക്തമായ ഇന്ത്യ ഇസ്രയേൽ ബന്ധം ജെറുസലേമിന് ഏഷ്യയിൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു നങ്കൂരം നൽകും. സാങ്കേതികവിദ്യ, പ്രതിരോധശേഷി, സമ്മർദ്ദത്തിന് കീഴിലുള്ള സുരക്ഷ എന്നിവയിൽ ന്യൂഡൽഹിക്ക് കൂടുതൽ കരുത്തു പകരും. അവഗണിക്കാൻ കഴിയാത്ത ഒരു ജനാധിപത്യ ശൈലിയുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ. എന്നാൽ രണ്ടു രാജ്യങ്ങളും നിരന്തരമായ സൂക്ഷ്മ പരിശോധനയ്ക്കും നിരന്തരമായ സുരക്ഷാ ഭീഷണികൾക്കും വിധേയമാണ്. മോദിയുടെ ഈ യാത്ര സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ചർച്ചയ്ക്ക് ഒരു സമയക്രമം സൃഷ്ടിക്കും. നിക്ഷേപത്തിൽ ഗൗരവമായ ഒരു മുന്നേറ്റം. ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഇതിനകം തന്നെ ഒരു ശക്തമായ ബന്ധത്തിലാണ്. ആ ബന്ധത്തിന് മറ്റൊരേട് പകരുന്നതാണ് ഈ സന്ദർശനം. പുത്തൻ പ്രാദേശിക കൂട്ടായ്മയൊരുക്കാൻ ഇസ്രയേൽ മുന്നിട്ടിറങ്ങുമ്പോൾ അതിന്റെ കേന്ദ്രസ്ഥാനത്തെത്തുന്നത് ഇന്ത്യ എന്ന രാജ്യം. ഇന്ത്യയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി ഒരു പുതിയ പ്രാദേശിക കൂട്ടായ്മയുടെ സാധ്യതകൾ തേടുകയാണ് ഇസ്രയേൽ. ഇന്ത്യയെ ആഗോള ശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ. അടുത്ത സുഹൃത്താണ് മോദി എന്ന് പലവട്ടം നെതന്യാഹു ലോകരാജ്യങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മോദിയുടെ ദ്വിദിന സന്ദർശനത്തിന് മുന്നോടിയായി ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ എന്നിവിടങ്ങളിലെ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഹെക്സഗൺ ഓഫ് അലയൻസ് കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് നെതന്യാഹു തന്നെ നേരത്തെ ഇസ്രായേൽ ജനങ്ങളോട് വിവരിച്ചു. ഈ അലയൻസിന്റെ ഏറ്റവും മുഖ്യ വിഷയം പ്രതിരോധ അലയൻസ് ആയിരിക്കുമെന്നാണ് നെതന്യാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സുരക്ഷാ കരുത്തിൽ മറ്റൊരു ചുവടുവയ്പ്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയ അച്ചുതണ്ടിനും അടുത്ത കാലത്ത് ശക്തമാകുന്ന തീവ്ര സുന്നി ഭീഷണികൾക്കുമെതിരെ ഒരു പൊതു നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ കേന്ദ്രബിന്ദു ഇന്ത്യയായി മാറുമ്പോൾ ഏറെ പ്രത്യേകതകളുണ്ട്. വെറും സൈനിക കരാറുകളല്ല ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ വിരിയുന്നത്. മറിച്ച് വ്യത്യസ്തമായി അമേരിക്കയെ ആശ്രയിക്കാതെ പ്രതിരോധ സാമ്പത്തിക സഹകരണം എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഉയർന്നുവരുന്ന റാഡിക്കൽ സുന്നി അച്ചുതണ്ടിനെക്കുറിച്ചുള്ള ആശങ്കകൾ പലപ്പോഴും നെതന്യാഹു പങ്കുവയ്ക്കാറുണ്ട്. നിർദ്ദിഷ്ട ബഹുരാഷ്ട്ര കൂട്ടായ്മയെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ നെതന്യാഹു എപ്പോഴും മോദിയുടെ പേര് പറയും. നമ്മുടെ കൂട്ടായ്മയെ നയിക്കാൻ ലോകത്തിന്ന് ഒരേ ഒരാൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി. പതിറ്റാണ്ടുകളായി ഇസ്രയേലുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നെതന്യാഹു തൻ്റെ രാജ്യത്തെ ജനങ്ങളോട് ഇക്കാര്യം പലപ്പോഴും സൂചിപ്പിക്കുന്നത്. ആഗോള ശക്തി എന്ന നിലയിൽ ഇന്ത്യക്കുള്ള സ്വീകാര്യത, ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ, പ്രാദേശിക ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള ശേഷി എന്നിവയൊക്കെ നെതന്യാഹുവിന്റെ പരിഗണനാ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ റാഡിക്കൽ ഷിയ സുന്നി അച്ചുതണ്ടുകളെ നേരിടാനുള്ള പ്രതിരോധം കെട്ടിപ്പടുക്കണമെങ്കിൽ ഇന്ത്യയുടെ കൂട്ടുവേണം എന്ന് ഇസ്രയേൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ വന്നാൽ ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾക്കുമെതിരായ ശൃംഖല ശക്തിപ്പെടുത്താം എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. നിർദ്ദിഷ്ട ബഹുരാഷ്ട്ര കൂട്ടായ്മയിൽ ഇന്ത്യ പങ്കാളിയാകുമോ എന്ന ചോദ്യം ഇന്ത്യയിൽ ശക്തമാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഈ കൂട്ടായ്മയുടെ പേരിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നു. അറബ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു. ഇസ്രയേലുമായുള്ള ഏതൊരു സൈനിക സഖ്യവും അവരെ അപകടത്തിലാക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതിപക്ഷം പറയുന്നത്. ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഇറാനെ എതിർസ്ഥാനത്ത് നിർത്തുന്ന ഒരു കൂട്ടായ്മയിലോ പലസ്തീനെ മാറ്റി നിർത്തുന്ന ഒന്നിലോ ഇന്ത്യ പ്രവേശിക്കരുത് എന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്രയേലിന്റെ വമ്പൻ ഓഫറുകൾക്ക് മുന്നിൽ വെറുതെ അങ്ങ് പിന്മാറാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യക്ക് അയൺ ഡോം ടെക്നോളജി ഉൾപ്പെടെ വലിയ ഓഫറുകളാണ് ഇസ്രയേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്.
മോദിയെ വരവേൽക്കാൻ ഇസ്രയേൽ ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കൈനിറയെ കരാറുകൾ ലഭിക്കുമെന്നർത്ഥം. വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് ഇസ്രയേൽ പറയുന്നു. അയൺ ഡോം സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിക്കുമെന്ന് ഇസ്രയേൽ പറഞ്ഞു. കേവലം ഒരു ആയുധ ഇടപാടല്ല ഇത്, നവീകരണത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ പങ്കാളിത്തം. ഇസ്രയേൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ കോട്ടകൾ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഗോൾഡൻ ഹൊറൈസൺ മിസൈലുകൾ ഇന്ത്യക്ക് നൽകുമെന്ന് ഇസ്രയേൽ പറയുന്നു. ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാവുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണിത്. സാധാരണയായി ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂമിയിൽ നിന്നാണ് വിക്ഷേപിക്കാറുള്ളത്. എന്നാൽ ഗോൾഡൻ ഹൊറൈസൺ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ച് ശത്രുവിന്റെ അതിർത്തിയിലേക്ക് പുറമേ നിന്ന് തൊടുക്കാൻ കഴിയും. ചുരുക്കത്തിൽ ഇന്ത്യൻ അതിർത്തി കടക്കാതെ തന്നെ ശത്രു രാജ്യങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് നിഷ്പ്രയാസം ഇനി കഴിയും. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന മിസൈൽ പ്രതിരോധ കരുത്ത് ഇന്ത്യക്ക് നൽകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഇസ്രയേൽ. ഇന്ത്യയുടെയും അയൽ രാജ്യമായ ചൈനയുടെയും പാകിസ്ഥാന്റെയും മിസൈൽ ശേഷിയുമായി ഗോൾഡൻ ഹൊറൈസണിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ മേഖലയിൽ വ്യക്തമായ മേൽക്കൈ നേടുമെന്നുറപ്പ്. ഇസ്രയേലിന്റെ അതീവ രഹസ്യമായ സിൽവർ സ്പാരോ മിസൈലിന്റെ പരിഷ്കരിച്ച രൂപമാണിത്. പ്രതിരോധ വിദഗ്ധർ ഇതിനെ കാണുന്നത് ശത്രുവിനെ നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമെന്ന നിലയിൽ. ഇന്ത്യയുടെ പക്കൽ നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലുകൾക്ക് 300 മുതൽ 500 കിലോമീറ്റർ പരിധി. ഇതിനൊപ്പം ഗോൾഡൻ ഹൊറൈസൺ കൂടി ചേരുന്നതോടെ ദീർഘദൂര ആക്രമണങ്ങളിൽ ഇന്ത്യ ഏറെ മുൻതൂക്കം നേടും. 1950 സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിച്ചു. എന്നിരുന്നാലും പലസ്തീൻ ലക്ഷ്യത്തോടുള്ള ഐക്യദാർഢ്യം എന്നും ഇന്ത്യൻ ഭരണകൂടം പ്രകടിപ്പിച്ചിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലാണ് യഥാർത്ഥ സുഹൃത്തായി നമുക്ക് ഇസ്രയേൽ മാറുന്നത്. ഇന്ത്യ ചൈന യുദ്ധത്തിൽ നെഹ്റു ആദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുരിയനോട് ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. ഇസ്രായേൽ പതാക ഉപയോഗിച്ച് ഇന്ത്യ ഈ ആയുധങ്ങൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞു. ഇതിനെ തുടർന്ന് ഇസ്രായേൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത് ഇന്ത്യക്ക് കരുത്തായ ഏറ്റവും മൂർച്ചയേറിയ ആയുധങ്ങൾ. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അന്ന് ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം ചേർന്നു നിന്നു. ഒടുവിൽ 1992 പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം. 1998 ആണവ പരീക്ഷണങ്ങൾ. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണ പരമ്പരയിൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ അടുത്ത സൈനിക ബന്ധങ്ങൾ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ നിലനിർത്തിയത് അമേരിക്കയെ പോലും ഞെട്ടിച്ചു. ഇസ്രയേൽ എന്ന US ആയുധങ്ങൾ ഫലപ്രദമായി ഇന്ത്യക്ക് വിതരണം ചെയ്തതുകൊണ്ട് ആ ഉപരോധം ഏറ്റില്ല ഇന്ത്യക്ക് മേൽ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇസ്രയേൽ ഇന്ത്യക്കൊപ്പം ചേർന്ന് നിന്നു. ഇസ്രായേൽ ഇന്ത്യക്ക് മോർട്ടാർ, വെടിക്കോപ്പുകൾ, നിരീക്ഷണ ഡ്രോണുകൾ, ലേസർ ഗൈഡഡ് മിസൈലുകൾ എന്നിവ നൽകി. ഇത് ശത്രുവിനെ തകർക്കാൻ ഇന്ത്യക്ക് കരുത്തായി തീർന്നു. 2003 ഏരിയൻ ഷാരോണിന്റെ സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തമായി. ഒടുവിൽ 2017 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ മണ്ണിൽ കാലുതൊട്ടു. കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യ ഇസ്രായേൽ ബന്ധം വികസിച്ചിരുന്നു. എന്നാൽ മോദി സർക്കാരിന് കീഴിൽ അത് കൂടുതൽ ദൃശ്യമായിരുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതേ അദൃശ്യതയെ ഉഭയകക്ഷി സഹകരണത്തിന്റെ അടുത്ത തലത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയിരിക്കുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ആത്മബന്ധം കണ്ട് അക്ഷരാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ധരിച്ചു നിൽക്കുന്നു. ശത്രുക്കളുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.